കുമ്പളയിൽ അക്രമി സംഘം 3 കാറുകൾ തകർത്തു. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും ഇയാളുടെ സഹോദരങ്ങളുടെയും കാറുകളാണ് തകർത്തത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കുമ്പള ബദരിയ നഗറിലെ മുഹമ്മദ് റിയാസിന്റെയും ഇയാളുടെ സഹോദരങ്ങളുടെയും ഒരു ടൊയോട്ട 2 ആൾട്ടോ കാറുകളാണ് തകർത്തത്. വിവരമറിഞ്ഞ് കുമ്പള CI പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാത്രി തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട കാലിയ റഫീഖിന്റെ സംഘമാണ് കുമ്പളയിലെത്തി കാറുകൾ തകർത്തതെന്നാണ് സൂചന. പുലർച്ചെ 2 മണിയോടെ മുഹമ്മദ് റിയാസിന്റെ വീടിന്റെ പുറത്ത് വന്ന സംഘം റിയാസിനോട് വീടിന് പുറത്തിറങ്ങി വരുവാൻ ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ റിയാസ് പുറത്തിറങ്ങുവാൻ തയ്യാറായില്ല. കാര്യം തിരക്കിയപ്പോൾ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അത് തീർക്കണമെന്നുമാണ് സംഘം പറഞ്ഞതെന്ന് റിയാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എനിക്കാണ് 1 മണിക്കാണ് ഇവൻ ഫോൺ വിളിക്കുന്നത്. ഇവൻ്റെ എന്നെ അറിയുന്ന ഒരു മുന്ന എന്ന് പറയുന്ന നമ്പറിലാണ് എനിക്ക് ഫോൺ വിളിക്കുന്നത്. മുന്നാൻ്റെ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത്. ചെയ്തിട്ട് നമുക്ക് ഇവനെ മുന്നോട് ചോദിക്കുന്നത്, നീ നമ്മളെ ചങ്ങായിമാരെല്ലാം എന്ത് ചെയ്യുന്നു, നീ ഭയങ്കര ഇതാക്കുന്നല്ല, നിന്നെ വിടല, നിന്നെ കൊല്ലും, നിന്നെ പ്ലാനിങ് കിട്ടും, നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നത്, നീ രാവിലെ വാ, നമുക്ക് രാവിലെ സംസാരിക്കാം. ഇപ്പം നീ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം 2 പ്രാവശ്യം എനിക്ക് പിന്നെ റഫീഖെന്ന് ഫോൺ വിളിച്ചു. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം 2 മണിക്കാണ് ഇവർ വന്നിട്ട് ഇങ്ങനത്തെ പണിയെടുത്തിട്ട് പോയത്. ഈ മുറ്റത്തുള്ള വണ്ടി എല്ലാം അടിച്ച് പൊളിച്ചിട്ട് എല്ലാം മോശമായിരുന്നു. ഉപ്പളയിലെ ഒരു യുവതിയെ റിയാസ് കാണുവാൻ പോയിരുന്നുവെന്നും യുവതിയുടെ ബന്ധുക്കൾ സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നുമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതാണ് കാർ കത്തിക്കുന്നതിൽ കലാശിച്ചത്. അക്രമത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കുമ്പള CI പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN.